ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പ്രിയപ്പെട്ട നാട്ടിൽ വയനാട്ടിലത്ത് എന്തൊക്കെ നടന്നു എന്ന് നിങ്ങൾക്കറിയാം. ടി വി തുറക്കാൻ മടി, പത്രം വായിക്കാൻ മടി. കാരണം ഇത്തിരിയെങ്കിലും മനുഷ്യത്വമുള്ളവർക്ക് ഇത് വായിക്കാനും കാണാനും കേൾക്കാനും കരുത്തില്ല. കേട്ടവർ, കഴിവുള്ളവരെല്ലാം അവിടേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്, സഹായങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നിന് കൊച്ചു കുട്ടികൾ പോലും അവർക്ക് നൽകുന്ന ചില്ലറ പൈസ പോലും ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ പദ്ധതിയിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മലയാളികളായവരെല്ലാവരും സഹായം വാഗ്ദാനം ചെയ്ത് ഓടി വന്നിരിക്കുന്നു. ഓരോ കുടുംബത്തിൽ 16 പേരെ പോലും മരണം കവർന്നിരിക്കുന്നു. അങ്ങനെ വീടുകൾ നഷ്ടപ്പെട്ടവർ, ബന്ധുക്കൾ നഷ്ടപ്പെട്ടവർ, പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടവർ, ഈ രാജ്യത്തിന് ഓർക്കാൻ കുറേ വർഷത്തേക്ക് ഓർക്കാൻ കണ്ണീര് പൊഴിക്കാനുള്ള സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടേക്ക് ജാതി മതഭേദമന്യേ, രാഷ്ട്രീയ ഭേദമന്യേ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു, സഹായം പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നു, സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടെ പലരെയും രക്ഷിക്കാനുള്ള ശ്രമത്തിൽ പോലും മരിച്ച സഹോദരന്മാരോടൊന്ന് ആലോചിക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന രാജ്യത്ത് നമുക്ക് നമ്മളെ വിശ്വസിക്കാവുന്നത്, കേരളത്തെക്കുറിച്ച് നമുക്ക് ഏറ്റവും വിശ്വസിക്കാവുന്ന നമ്മുടെ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി ഇതിൽ ശരിക്കും സ്കോർ ചെയ്തു എന്ന് പറയുന്നതാണ് ശരി. അസുഖം ബാധിച്ച മുഖ്യമന്ത്രി പോലും ആ സ്ഥലത്ത് വന്നിറങ്ങി എല്ലാത്തിനും നേതൃത്വം കൊടുത്തുകൊണ്ട് അതൊരു വലിയ കാഴ്ച തന്നെയായിരുന്നു. ആലോചിക്കണം. മന്ത്രിമാർ വന്നു, റിയാസ് അടക്കമുള്ളവർ വന്നു എന്നാലും ക്യാമ്പ് ചെയ്തു എന്നാലോചിക്കണം. പക്ഷേ ഏവരും പ്രതീക്ഷിച്ച ഒരാളുണ്ട് അവിടെ. എല്ലാവരെയും സഹായിക്കുന്നു എന്ന് പറയുന്ന വ്യാജേന വോട്ടുകൾ നേടി വിജയിച്ച നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ മഷിയിട്ട് നോക്കിയിട്ടും കണ്ടില്ല എന്നാലോചിക്കണം. മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ ഈ ദുരന്തത്തെക്കുറിച്ച് ചോദിച്ച്, സഹായത്തെക്കുറിച്ച് ചോദിച്ച് നിങ്ങളെല്ലാവരും കേട്ട് കാണും. ആ ദുരന്തത്തെക്കുറിച്ച് പഠിക്കട്ടെ. പഠിച്ച് സമയമായില്ലപ്പോൾ, കരുണയിൽ പറഞ്ഞ പോലെ സമയമായില്ല പോലും. അപ്പോൾ സമയമായില്ല എന്ന് പറഞ്ഞ് കേന്ദ്രത്തിനോട് അപേക്ഷിക്കട്ടെ സംസ്ഥാനം എന്നാണ് പറഞ്ഞതെന്ന് ആലോചിക്കണം. അങ്ങനെയുള്ള സുരേഷ് ഗോപിയെ ഇനി എങ്ങനെ വിശ്വസിക്കുമെന്നാണ് തൃശ്ശൂർക്കാർ മാത്രമല്ല, സുരേഷ് ഗോപിയുടെ ഇതെല്ലാം നാടകമായിരുന്നു, അഭിനയമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ അധിക സമയം വേണ്ടി വന്നില്ല എന്നാലോചിക്കണം. നമ്മളൊക്കെ അറിയാവുന്ന, ചെയ്യേണ്ടിയിരുന്ന സുരേഷ് ഗോപി എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? അറിഞ്ഞ ആദ്യ ദിവസം തന്നെ അവിടെ ഓടിയെത്തണമായിരുന്നു. കേന്ദ്രമന്ത്രിയായിട്ടില്ല, വെറും സുരേഷ് ഗോപിയായിട്ട് അവിടെ വരണമായിരുന്നു. ഇവിടെ പലരെയും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന സുരേഷ് ഗോപി, ഈ പടമെല്ലാം കാണിക്കുന്ന സുരേഷ് ഗോപി അവിടെ ചെന്ന് ചേർത്ത് പിടിച്ചില്ലെങ്കിൽ ഇതാ കേന്ദ്രത്തിൻ്റെ പദ്ധതി പിന്നെ വരും, എൻ്റെ വ്യക്തിപരമായ തുക, അങ്ങനെ പറഞ്ഞുകൂടെ? അങ്ങനെ പറഞ്ഞുകൊണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ കേരളത്തിലെ മിക്ക നടന്മാരും നടികളും, നമ്മുടെ സംസ്ഥാനത്ത് വിട്ട് മദ്രാസിലെ നടന്മാരും നടികളും, കർണാടകത്തെ നടിമാരും, അവരൊക്കെ കോടികളാണ് വാഗ്ദാനം ചെയ്യുന്നത്. സുരേഷ് ഗോപി കോടികളും വേണ്ട, എൻ്റെ കയ്യിൽ 1 ലക്ഷമേ ഉള്ളൂ തൽക്കാലം എന്ന് പറയാനുള്ള സന്മനസ് സുരേഷ് ഗോപി കാണിച്ചില്ലെന്ന് ആലോചിക്കണം. അതേ സമയത്ത് നമ്മൾ ഇപ്പോൾ മോഹൻലാലിൻ്റെ കാര്യം പറഞ്ഞു. മോഹൻലാൽ ആദ്യം ഇത്ര ലക്ഷം പറഞ്ഞു, പിന്നെ ഇത്ര കോടി പറഞ്ഞു. അത് ആദ്യ ഗഡുവാണെന്നാണ് പറഞ്ഞതെന്ന് ആലോചിക്കണം. അത്രയും പറഞ്ഞില്ലേ? മമ്മൂട്ടിയും സംഘവും ആവശ്യത്തിലേറെ വാഗ്ദാനങ്ങൾ. ഇങ്ങനെ ഓരോരുത്തരും ആരെയാണ് നമ്മൾ മലയാള സിനിമയിൽ നിന്ന് ഇപ്പോൾ നോക്കുമ്പോൾ ഇത്രയും നീചമായ പ്രവൃത്തി ചെയ്തത്, ക്രൂരമായ പ്രവൃത്തി ചെയ്തത്? നമ്മളൊക്കെ പ്രത്യേകിച്ച് ഞങ്ങൾ ഇത്രയും എപ്പിസോഡുകൾ ചെയ്തപ്പോഴൊന്നും ഒന്നിലും സുരേഷ് ഗോപിയെ നമ്മൾ കുറ്റം പറഞ്ഞിട്ടുണ്ടായില്ല എന്നാലോചിക്കണം. ഇപ്പോൾ നമുക്ക് പറയാതെ വയ്യ. ഇത്രയും വൃത്തികെട്ട സ്വഭാവം കാണിച്ച ഒരാളെയാണല്ലോ തൃശ്ശൂർക്കാർ കേന്ദ്രത്തിലേക്ക് തിരഞ്ഞെടുത്ത് അയച്ച് എന്നാലോചിക്കണം. അവരിപ്പോൾ കണ്ണീര് പൊഴിക്കുന്നു, അവരിപ്പോൾ വേദനിക്കുന്നു. നമ്മൾ ഇത്രയും, അതായത് നമ്മൾ കോളാമ്പിയിലാണല്ലോ നമ്മൾ പാൽപ്പായസം ഒഴിച്ചു കൊടുത്തത് എന്ന് പറഞ്ഞു തുടങ്ങിയെന്ന് ആലോചിക്കണം. അനുഭവിക്കും, നിങ്ങൾ അനുഭവിക്കണം. കാരണം സുരേഷ് ഗോപി തനി നിറം കാണിച്ചു എന്നാലോചിക്കണം. 6-ാം ദിവസം പലരും വന്നു പോയതിനു ശേഷം 6-ാമത്തെ ദിവസമാണ് അവിടെ ചെന്നതെന്ന് ആലോചിക്കണം. എന്തിനു ചെന്നു? എന്തിനാ സുരേഷ് ഗോപി അവിടെ ചെന്നേ? അവിടെ ഞാൻ പറഞ്ഞു, കേരളത്തിലെ മന്ത്രിമാർ ചെല്ലുന്നതിന് മുമ്പ്
ചെല്ലേണ്ടിയിരുന്ന ഒരാളായിരുന്നു സുരേഷ് ഗോപി എന്ന് ആലോചിക്കണം. അവിടെ ചെന്നില്ലെങ്കിലും ഡൽഹിയിൽ ഇരുന്നു കൊണ്ടോ അത് വിദേശത്തിരുന്നു കൊണ്ടോ അവിടുത്തെ ജനങ്ങളോടുള്ള ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഇതാ ഞാൻ വരുന്നു, ഞാൻ ഇവിടെ ഇല്ല, എന്നാൽ കഴിയാവുന്ന എല്ലാ സഹായങ്ങളും അല്ലെങ്കിൽ എൻ്റെ പാർട്ടി ചെയ്യാവുന്ന എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്യുന്നു എന്ന് പറയാനുള്ള സന്മനസ് സുരേഷ് ഗോപിയുണ്ട്. ആരാണ് സുരേഷ് ഗോപിയുടെ വായ മൂടിക്കെട്ടിയത്? വായ മൂടിക്കെട്ടിയതാണോ അതോ സുരേഷ് ഗോപിയിലുള്ള വിശ്വാസം കേന്ദ്രത്തിന് നഷ്ടപ്പെട്ടത് കൊണ്ടാണോ? അതും പറയുന്നുണ്ട്. കാരണം സത്യപ്രതിജ്ഞയ്ക്ക് പ്രധാന വകുപ്പ്, അതായത് സഹമന്ത്രി സ്ഥാനമാണ് എന്ന് അറിഞ്ഞ നിമിഷം മുതൽ, അതായത് സഹമന്ത്രി ആഭ്യന്തര വകുപ്പിൻ്റെ സഹമന്ത്രിയാവുന്ന ആവശ്യപ്പെട്ട് പോലും അത് കൊടുക്കാത്തതിൻ്റെ പേരിൽ മന്ത്രി രാജിവെക്കാൻ പോകുന്നു പരസ്യമായി പറഞ്ഞ ഒരാളാണത്. അപ്പോൾ തന്നെ കേന്ദ്രത്തിന് മനസ്സിലായി ഇയാളുടെ പോക്ക് ശരിയല്ല എന്നുള്ളത്. ഇവിടെ ജയിച്ച് പോയപ്പോൾ എയിംസ് കൊണ്ടുവരുമെന്ന് പറഞ്ഞ് സുരേഷ് ഗോപി എയിംസ് പോയിട്ട് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞ് 180 ഏക്കർ കൊണ്ട് എന്ത് എയിംസ് ഉണ്ടാക്കുമെന്ന് ചോദിച്ച് ആ ലിസ്റ്റ് കൊടുത്തില്ലേ? 120 ഏക്കർ കൊടുത്ത സ്ഥലങ്ങളിലെല്ലാം എയിംസ് കൊടുത്തിട്ടുണ്ട്. ധനകാര്യമന്ത്രി ധനകാര്യമന്ത്രി എന്താ പറഞ്ഞ് എന്നോട് ഒരു കാര്യവും ഈ സുരേഷ് ഗോപി സംസാരിച്ചിട്ടില്ല, കള്ളമാണെന്നെല്ലാം മനസ്സിലായില്ലേ? അങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ കള്ളത്തരം പറഞ്ഞുകൊണ്ട് അത് നമ്മളൊക്കെ പറഞ്ഞ പോലെ ഒരു മായിക വലയം സൃഷ്ടിച്ചുകൊണ്ടാണ് സുരേഷ് പോയി നടക്കുന്നത്. അപ്പോൾ MP ആയി, കേന്ദ്രമന്ത്രിയായി, ഇനി എന്താ വേണ്ടത്? ഇനി ഒന്നും വേണ്ട, എല്ലാം ആഗ്രഹിച്ച പോലെ നടന്നിരിക്കുന്നു. പക്ഷെ മനുഷ്യൻ എന്ന പദത്തിൻ്റെ മോശമായ അർത്ഥം അത് സുരേഷ് ഗോപിയാണെന്ന് എഴുതി വെക്കേണ്ടി വരില്ലേ? നിങ്ങൾക്ക് മനുഷ്യനാകാം, നിങ്ങൾക്ക് MP ആവാം, നിങ്ങൾക്ക് കേന്ദ്രമന്ത്രിയാകാം, അതല്ലെങ്കിൽ നടനാകാം. ഈ 4 ബഹുമതികൾ നിങ്ങൾക്കുണ്ടെന്ന് ആലോചിക്കും. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ സത്യസന്ധമാണ്, നിങ്ങളുടെ മനസ്സ് ഇങ്ങനെയാണ് വിചാരിക്കുമായിരുന്നു. ഇപ്പം അതെല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞു എന്ന് ആലോചിക്കണം. എന്തിനും നിങ്ങൾ ഇന്നലെ അവിടെ പോയി? എല്ലാവരും ചോദിക്കുന്നു ഇന്നലെ പോയിട്ടെന്ത് സംഭവിച്ചു എന്ന് ആലോചിക്കണം. അപ്പോൾ സുരേഷ് ഗോപിയുടെ തനിനിറം എല്ലാവർക്കും മനസ്സിലായി, തൃശ്ശൂർക്കാർക്ക് തെറ്റുപറ്റിയെന്നൊരു ബോധ്യമായി. ഇനി നമുക്ക് മനസ്സിലാക്കാം, ഇനി സുരേഷ് ഗോപി വോട്ടിൻ്റെ പേരിലോ എന്തിൻ്റെ പേരിലോ തൃശ്ശൂർ മാത്രമല്ല കേരളത്തിലെ ഒരു ജില്ലകളിലും ചെന്നാൽ സുരേഷ് ഗോപി സ്വീകാരം കിട്ടില്ല. ഇപ്പോൾ നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ? അദ്ദേഹം ഷാളുകൾ പുതയ്ക്കുന്നു, പോകുന്നു, തൻ്റെ കൂടെ നിൽക്കുന്നവരെ തട്ടിമാറ്റുന്നു, എന്തെല്ലാം ചെന്ന് തൊട്ടാൽ അയിത്തമാകുമോ എന്നാലോചിക്കണം. സുരേഷ് ഗോപിക്ക് എങ്ങനെ ഇങ്ങനൊരു മാറ്റം വന്നു എന്നാലോചിക്കണം. അപ്പം അതുകൊണ്ട് നമ്മൾ പറയുകയാണ് സുരേഷ് ഗോപി ശരിക്ക് തിരിച്ചടി കിട്ടിയിരിക്കുന്നു. ഇനി സുരേഷ് ഗോപിയുടെ വാക്കുകൾ ഈ രാജ്യത്തെ ജനങ്ങൾ വിശ്വസിക്കില്ല എന്നാലോചിക്കണം. മറ്റൊരു കാര്യം കൂടി, ഇത്രയും പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ചിലര് അതൊരു രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമം നടക്കണം. അവിടുത്തെ മുസ്ലിം സഹോദരങ്ങൾ എല്ലാം മറന്നുകൊണ്ട് ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ആ ഭക്ഷണം കൊടുക്കാൻ പാടില്ല എന്ന് ഉത്തരവുണ്ടായിരുന്നു ആലോചിക്കണം. പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് ചെയ്യുന്നത് പറഞ്ഞത്. ഭക്ഷണത്തിൽ എന്തൊക്കെയോ ദോഷം വരുമെന്ന് പറഞ്ഞുത്രേ. അതല്ല അവിടെ എന്ന് ആലോചിക്കണം. അവർ കയ്യും മെയ്യും മറന്നുകൊണ്ട് ആ സഹോദരന്മാർ എല്ലാവർക്കും ഭക്ഷണം വിതരണം ചെയ്തപ്പോൾ അത് തടഞ്ഞവരുണ്ടെന്ന് അറിയണം. ആ തടഞ്ഞവരും നോട്ടപ്പുള്ളികളാണെന്ന് ആലോചിക്കണം. പക്ഷെ മറ്റൊരു കൂടി പറഞ്ഞിട്ട് അവിടെ കേന്ദ്രസേന ആകൊരു കാര്യം ചെയ്ത്, കേന്ദ്രസേനയുടെ പ്രവർത്തനം നമുക്ക് അവരെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കാൻ തോന്നും.